എൻ്റെ പേര് മേരി. ഞാൻ താമസിക്കുന്നത് കോടനാട് ആലാട്ടിയറ എന്ന സ്ഥലത്താണ്. എനിക്ക് 11 വയസ്സിൽ ഇങ്ങനെ ഒരു വീഴ്ച പറ്റി. കൈയുടെ മുട്ടിൻ്റെ അസ്ഥി പൊട്ട് പറ്റിയിരിക്കുകയായിരുന്നു. കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 11 വയസ്സിൽ പറ്റിയിട്ട് കുറച്ച് കാലമൊക്കെ നാടൻ ചികിത്സയും കൊണ്ടൊക്കെ നടന്ന് കൈ വേദനയുടെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കൊണ്ടു കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 65 വയസ്സ്, ഒരു 50 വയസ്സ് കഴിഞ്ഞേ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കൈ കൊണ്ട് ഭയങ്കര വേദനയും, കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനും മുടി കെട്ടാനൊക്കെ ഭാരമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ പല ആശുപത്രികളിലൊക്കെ പോയി നടന്നു. തൊടുപുഴ പോയി, ചാലക്കുടി പോയി, പല ആശുപത്രിയിലും പോയി. ഓർത്തോൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു കൈക്ക് ഒന്നും ചെയ്യാൻ, ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അസ്ഥിയൊക്കെ ദ്രവിച്ച് കിടക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ കൈ മടങ്ങില്ല, അങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാനൊരു പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ അങ്കമാലിയിൽ ഒരു ക്യാമ്പ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, LF ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ക്യാമ്പിലേക്കൊന്ന് പോയി, അന്ന് പോയി അന്ന് വിചാരിച്ച് വിളിച്ചു ചോദിച്ചു. അങ്ങനെ ക്യാമ്പിൽ പോയി ഞാൻ ചെന്ന് ടോക്കൺ എടുത്ത് നിന്നു. എനിക്ക് 3ാമത്തെ ടോക്കൺ കിട്ടി. ആ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രാഹുൽ ഡോക്ടറെ കാണാൻ എനിക്ക് പറ്റിയത് ആദ്യം. ഡോക്ടർ കണ്ട വഴി എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ കൈ മറ്റേ കൈ പോലെ തന്നെ ഈ കൈ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഒരു സർജറി അമ്മച്ചിയുടെ കൈയ്ക്ക് ഈ എല്ലൊക്കെ പറക്കി കളഞ്ഞിട്ട് ഒരു കമ്പി ഇട്ട് മുട്ട് മാറ്റി വെച്ച് തരാം, പിന്നെ അമ്മച്ചി മറ്റേ കൈ പോലെ തന്നെ ഈ കൈ കൊണ്ട് അമ്മച്ചിക്ക് എല്ലാ പണിയും ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാനിവിടെ വന്ന് മക്കളോടൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു എന്നാൽ ചെയ്തോ. ഹലോ, ഞാൻ ഡോക്ടർ രാഹുൽ രഞ്ജൻ, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് ആൻഡ് ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് സർജൻ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, അങ്കമാലി. ഇവിടെയാണെങ്കിൽ പറയാൻ പോകുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനാണ്. കഴിഞ്ഞ ഡിസംബർ മാസം ഞങ്ങളൊരു പേഷ്യൻറ്റിനെ കണ്ടായിരുന്നു. പേഷ്യൻറ്റിൻ്റെ പേര് മിസ്സസ് മേരി വർഗീസ്. പേഷ്യൻറ്റ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഒരു സ്റ്റിഫ് എൽബോ ആയിട്ടാണ് വരുന്നത്. പുള്ളിക്കാരിക്ക് ഈ 11ാം വയസ്സിലെയാണ് ഒരു ഫ്രാക്ചർ സംഭവിച്ചത്. ഫ്രാക്ചറിൻ്റെ ഒരു നാട്ടു ചികിത്സ ചെയ്തിട്ട് മസാജ് എല്ലാം ചെയ്ത് അത് ആകെ എൽബോ സ്റ്റിഫായിപ്പോയി. അപ്പോൾ കൈ ഒട്ടും അനക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ കാലങ്ങൾ മാറി സമയം പാസ് ചെയ്ത് പോകുമ്പോൾ തേയ്മാനം കൂടിയിട്ട് ആ സ്റ്റിഫ്നെസ് കൂടിയായി വന്നു. അവസാനം ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ എൽബോ ഒരുപാട് സ്റ്റിഫാണ്. ഭക്ഷണം പോലെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പേഷ്യൻ്റ് വരുന്നത്. ഭയങ്കര ആഗ്രഹത്തോടെയാണ് പേഷ്യൻ്റ് വരുന്നത്, എൻ്റെ ഈ കൈ ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് പേഷ്യൻറ്റിൻ്റെ എക്സ്റേ. ഞങ്ങൾ ഈ എക്സ്റേ നോക്കുമ്പോൾ ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സ്റ്റിഫ്നെസ് അടിച്ച് ഇതിനകത്ത് ഒരുപാട് തേയ്മാനം കൂടിയിട്ടാണ് ഈ എക്സ്റേ ഉള്ളത്. അപ്പോൾ ജോയിൻറ്റ് സ്പേസ് മൊത്തം പോയിട്ടുണ്ട്, എന്നിട്ട് ഒരുപാട് തേയ്മാനം കൂടിയിട്ടുണ്ട്. ഇതാണ് മെയിൻ റീസൺ ആ പേഷ്യൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത കാരണം. മക്കളോട് സർജറി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം, അമ്മച്ചി പോകാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൈ അനക്കാൻ വേണ്ടായിരുന്നില്ല, അന്നൊന്നും കൈ ഇങ്ങനെ ഇരിക്കായിരുന്നുള്ളൂ. ആ കൈ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ കൈ മടക്കിച്ചു. കൈ പൊക്കാനും മടക്കാനും എല്ലാം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ എനിക്ക് സാധിച്ചു. വേദനയും മാറി കിട്ടി. എനിക്ക് വളരെ സന്തോഷം. അങ്കമാലി ലിറ്റിൽ ഹോസ്പിറ്റലിന് നന്ദി. അത് ചെയ്ത ഡോക്ടർക്കാണ് കോടാനുകോടി നന്ദി പറയണം. രാഹുൽ ഡോക്ടർക്ക് കോടാനുകോടി നന്ദി. ദൈവത്തിനും നന്ദി പറയണം. അതുപോലെ അവിടുത്തെ അച്ഛനാണെങ്കിലും ഞങ്ങൾക്ക് കുറേയൊക്കെ ചികിത്സയിൽ കുറേ പൈസയ്ക്കൊക്കെ ഒത്തിരി മാറ്റം വരുത്തി തന്നു, കുറവൊക്കെ തന്നു. അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ കൈ കൊണ്ട് എന്ത് ചെയ്യാനും എല്ലാ പണിയെടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പേഷ്യൻറ്റിനോട് പറഞ്ഞ് ഇത് നമുക്ക് ഉറപ്പായിട്ട് ശരിയാക്കാൻ പറ്റും, ബിക്കോസ് പേഷ്യൻറ്റിൻ്റെ മസിൽസ് എല്ലാം ഓക്കെയാണ്, ഓപ്പറേഷൻ ചെയ്താൽ മതി. ഓപ്പറേഷൻ്റെ പേര് ടോട്ടൽ എൽബോ റിപ്ലേസ്മെൻറ്റ് സർജറിയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് അമ്മച്ചി ശരിയായി വരും. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ട് പേഷ്യൻറ്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു. ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം പേഷ്യൻറ്റിൻ്റെ കൈ നമുക്ക് നന്നായിട്ട് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 0 to 90 ഡിഗ്രീസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം വൂണ്ട് ഡ്രസ്സിങ്, സൂച്ചർ റിമൂവൽ ഇതെല്ലാം ചെയ്ത് 1 മാസം കഴിയുമ്പോൾ പേഷ്യൻ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്.
പേഷ്യൻറ്റ് ഫുൾ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. പേഴ്സണൽ ലൈഫിൽ വലിയ ഹെവി വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു റെസ്ട്രിക്ഷൻ അല്ലാതെ ബാക്കി എല്ലാം രീതിയിൽ പേഷ്യൻറ്റ് കൈ കൊണ്ട് കേപ്പബിളാണ്. വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു ബീനാന്ന്, ഇതെൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ കൈ ചെറുപ്പത്തിലേ വീണിട്ട് കൈക്ക് മുട്ടിന് എന്തൊക്കെ പറ്റിയിരിക്കുന്നു. അന്ന് വൈദ്യനൊക്കെ കാണിച്ചു, മരുന്നുകളൊക്കെ ഉപയോഗിച്ചെങ്കിൽ അന്ന് ഒരു പ്രയോജനം കിട്ടിയില്ല. പ്രയോജനം കിട്ടിയില്ലെന്നല്ല, അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ബോധനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലം ആ ഒരു ആരോഗ്യത്തിൽ അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ കുറച്ച് പ്രായമായി, ഇപ്പോൾ ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 55 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേദന കൂടി, നീരും വന്നു കൈക്ക്. പിന്നെ കൈ കൊണ്ട് കൂടുതൽ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ പല ഹോസ്പിറ്റലിലും കാണിച്ചു, പക്ഷേ ഒരു പ്രയോജനമൊന്നും ഉണ്ടായില്ല. പല ഓർത്തോ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടും അവർ പെയിൻ കില്ലർ തന്നു, അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പം മുട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവിടെ മുട്ട് ദ്രവിച്ച പോലെയാണ്, ഞാൻ ഒന്നും ചെയ്യാനില്ല, ചെയ്താൽ തന്നെ നമുക്ക് കൈ മടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ വേണ്ടേ, അപ്പോൾ പെയിൻ കില്ലർ തന്നെ ശരണം എന്ന് വിചാരിച്ച് പെയിൻ കില്ലറൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോകുന്നു. ആ ഇടയ്ക്കാണ് അങ്കമാലി ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് കേട്ടു, ഓർത്തോയുടെ. അപ്പോൾ ആ ക്യാമ്പിൽ അമ്മച്ചി വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം ക്യാമ്പിൽ ചെന്ന് കണ്ടപ്പം, അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ആ കുഞ്ഞരഞ്ജനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ അമ്മച്ചിയോട് പറഞ്ഞു, അടുത്ത കൈ പോലെ, മറ്റേ കൈ പോലെ തന്നെ അമ്മച്ചിയുടെ കൈ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരെ അമ്മച്ചിക്ക് കൈ ഇത്രയ്ക്കും മടങ്ങി വരുള്ളൂ. അപ്പോൾ ഞങ്ങളോട് അമ്മച്ചി വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളന്ന് എത്ര വേഗം അന്ന് സർജറി ചെയ്യാമെന്ന് സമ്മതിച്ച് ഞങ്ങൾ സർജറിക്ക് പോയി അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടറുടെ കോൺഫിഡൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഇനിയെങ്കിലും അത് കൈ ശരിയായി കിട്ടി, അത്രയും ഭക്ഷണം കഴിക്കാനെങ്കിലും നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസം റിക്കവറിയിൽ സാറ് എന്നെ വിളിച്ചു. ഡ്രസ്സിങ്ങൊക്കെ അഴിച്ചിട്ട് കൈ അമ്മച്ചിനെ കൊണ്ട് തന്നെ കൈയും മടക്കിനെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അന്ന് മുതൽ കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. സാറിൻ്റെ ഒറ്റ ഇതേ ഉള്ളൂ, കൂടുതൽ ഭാരപ്പെട്ടൊന്നും തൂക്കി പിടിക്കാൻ പാടില്ല, ബാക്കി എന്തും അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 5 മാസത്തോളമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മച്ചിക്ക് കൈ മടക്കാനോ ഭക്ഷണം കഴിക്കാനും മുടി കെട്ടാനും അത്യാവശ്യം വീട്ടിലെ എല്ലാ പണികളും അമ്മച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഹോസ്പിറ്റലിൽ ഞങ്ങളൊന്ന് പോയി കാണാൻ സാധിച്ചത് തന്നെ ദൈവാനുഗ്രഹം. എല്ലാ രീതിയിലും LFലെ അവർക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഈ ആർക്കെങ്കിലും എൻ്റെ അമ്മച്ചിയുടെ ഈ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നു, LF ഹോസ്പിറ്റലിൽ എപ്പോഴും നല്ല സർജറി ആയിരിക്കും, നല്ല എൽബോയുടെ റീപ്ലേസ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ അമ്മച്ചിക്ക് നടന്ന പോലെ ആർക്കായാലും പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഡോക്ടർ രഞ്ജന പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞങ്ങളുടെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ റൂട്ടീനായിട്ട് റെഗുലറായിട്ട് ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റും കീ ഹോൾ ആർത്രോസ്കോപ്പിക് സർജറീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഫെസിലിറ്റീസ് എല്ലാം രീതിയിൽ അവൈലബിൾ ആണ്. കൈയുടെ നീരും അങ്ങനെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ